Hi dear students, in this class we are discussing about the topic dielectric and polarization. In the last class we are discussing about the behavior of conductor in presence of external electric fields. അല്ലേ കണ്ടക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ ആണ്. അപ്പോൾ എന്താണ് ഡൈഇലക്ട്രിക് എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഡൈഇലക്ട്രിക്? ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡു നോട്ട് കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ആണ് എന്തെന്ന് ഡൈഇലക്ട്രിക് അല്ലേ. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് ദി മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് കണ്ടക്ട്. അപ്പോൾ കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് ഡൈഇലക്ട്രിക്. അതായത് ഇൻസുലേറ്ററിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് ആര് ഡൈഇലക്ട്രിക്. പക്ഷേങ്കിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇറ്റ് ക്യാൻ അലൗ ടു പാസ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഡൈഇലക്ട്രിക്കിന്. അപ്പോൾ ഡൈഇലക്ട്രിക് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളെ ഇൻസുലേറ്റർ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ എഫക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോളറൈസേഷൻ, ഇതെങ്ങനെയാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാറുണ്ട്. സോ നമ്മൾ കണ്ടക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പോസിറ്റീവ് 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 നെഗറ്റീവ് നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇൻസൈഡ് ദി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞതാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്ടർ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ അതേപോലെ ഞാൻ കണ്ടക്ടറിനെ മാറ്റിയിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ അവിടെ വെക്കുകയാണ്. സോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളിപ്പോൾ ആരെയാണ് വെച്ചിരിക്കുന്നത്? ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറിൽ ഒരുപാട് ചാർജ് കേരിയസ് ഒക്കെ ഉണ്ട്. ഫ്രീ ചാർജ് കേരിയസ് ഉണ്ട് അല്ലേ, പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് കുറേ ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഈ ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ അത്രയും ചാർജ് കേരിയസ് ഒന്നും എവിടെയില്ല, ഡൈഇലക്ട്രിക്കിലില്ല. കാരണം അത് എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലാണ്. പക്ഷേ ഡൈഇലക്ട്രിക്കിൽ എന്തായാലും അതിനൊരു ആറ്റം ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? പ്രോട്ടോൺസ് ഉണ്ടാവും, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ബൗണ്ട് ചെയ്തിട്ടാണ് എന്തുള്ളത്? ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഈ ഡൈഇലക്ട്രിക്കിനെ വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും അതിൻ്റെ ഇപ്പോൾ ഉള്ള ഇക്വിലിബ്രിയം പൊസിഷന് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ദേ ആർ സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ. എന്തുകൊണ്ടാണ്? നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെയുള്ള പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷന് ചെറുങ്ങനെ എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി മൂവ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇവിടെ കുറച്ച് എന്ത് വരുന്നു? നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ കുറേ ചാർജസ് എന്ത് ചെയ്യുന്നില്ല, ഈ സൈഡിലേക്ക് വരുന്നില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷന് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജസ്, കുറച്ച് പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ബിഹേവിയറാണ് നമ്മൾ പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് പോസിറ്റീവ് ചാർജസ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ, പോസിറ്റീവ് ചാർജസ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ചെറിയൊരു ഷിഫ്റ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഇക്വിലിബ്രിയം പൊസിഷന് ചെറിയൊരു മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? നമ്മളെ നേരത്തെ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ? നമ്മളൊരു കണ്ടക്ടർ വെച്ചപ്പോൾ. അതേപോലെ ഇവിടെയും എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് കൊടുക്കാം? ഇ ഇൻ എന്ന് കൊടുക്കാം. അതെന്തായാലും അത് അത്ര വലുതല്ല. കാരണം എന്താണ്? നേരത്തെ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇഷ്ടംപോലെ ചാർജ് കേരിയസ് അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ വളരെ കുറച്ച് ചാർജസ് ഒരു ചെറിയ ഷിഫ്റ്റ് കൊണ്ടുണ്ടായ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ്. സോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ എന്താണ്? വളരെ കുറവാണ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇ ഇൻ is equal to 0 ആണോ? is not equal to 0. എന്തുകൊണ്ടാണ് 0 അല്ലാത്തത്? കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും ചെറിയ ചാർജസ് എന്ത് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് 0. അപ്പോൾ ഇതിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെറിയൊരു
ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഇത് എന്ത് ചെയ്യും, കുറക്കും. പക്ഷെങ്കിൽ അതെന്താകുന്നില്ല, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നില്ല. ബട്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ചെറിയ ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബിഹേവിയർ ഓഫ് ഡൈഇലക്ട്രിക് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡൈഇലക്ട്രിക്സ് ആണുള്ളത്. അതായത് പോളാർ ഡൈഇലക്ട്രിക്സ് ആൻഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. പോളാർ ഡൈഇലക്ട്രിക്സ് ആൻഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. എന്താണ് ഈ പോളാർ അല്ലെങ്കിൽ നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ പോളാർ ഡൈഇലക്ട്രിക്സ് അല്ലെ നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. അതായത് പ്രോട്ടോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്നാണ് പറയുക. പേടിക്കേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോൺ പോളാറിന് എക്സാമ്പിളാണ് H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂളിൽ എന്തുണ്ടാവും, 2 ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ? ഈ 2 ഒരേപോലത്തെ ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, അതിനെന്തുണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, 2 ഹൈഡ്രജന് 2 പ്രോട്ടോൺ ഉണ്ടാവും. കാരണം 2 ഹൈഡ്രജൻ ഇല്ലേ, 2 ഇലക്ട്രോണും 2 പ്രോട്ടോണും. അപ്പോൾ നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്തിട്ട് ഒരു പോയിന്റിലാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ത്, നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ 2 ബോൾ അടുത്തടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റിൽ അതിൻ്റെ സെൻറ്റർ ഉണ്ടാവുക. അതേപോലെയാണ് ഇതുണ്ടാവുക. അപ്പോൾ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്. നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ചാർജ്, സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലേ? കുറേ പോസിറ്റീവ് ചാർജസ് ഉണ്ടാവില്ലേ, അതിൻ്റെ എല്ലാം ഒരു സെൻറ്റർ ഓഫ് മാസ് അല്ലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയാം. അതേപോലെ നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇത് രണ്ടും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ്. ഇനി പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എക്സാമ്പിൾ ഞാൻ പറയാം, HCl എന്തിന് എക്സാമ്പിൾ എന്നറിയോ, പോളാർ ഡൈഇലക്ട്രിക്കിന് എക്സാമ്പിളാണ്. ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ക്ലോറിനും ഉണ്ട്. ഓക്കെ, ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ക്ലോറിനും ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ചാർജസും ഉണ്ട്, പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടും, ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ഇവിടെയും നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഇവിടെയും ആണെങ്കിൽ ഇതെന്ത് ചെയ്യുന്നില്ല, നമുക്ക് എന്ത് പറയാം, കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇത് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്, പോളാർ ഡൈഇലക്ട്രിക് ആണ്. So we have 2 types of dielectric materials, polar and non-polar. Example for non-polar is H2, അതേപോലെ O2, N2. These are examples for CO2. Example for non-polar dielectric. And polar dielectric HCl, H2O are the examples for polar dielectric. In case of polar dielectric, the center of mass, center of gravity of positive and negative charges will not coincide. And in case of non-polar dielectric, positive charge and negative charges will coincide. Non-polar dielectric in the figure വരക്കാൻ പോവാണ് before applying external electric fields. So consider ഇതൊരു non-polar dielectric material ആണ്. ഓക്കെ, ഞാൻ വരക്കാൻ പോകുന്നത് ആദ്യം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഡയഗ്രമാണ്. ആരതാണ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഓക്കെ, നോൺ പോളാർ. Okay, before applying external electric field, before applying external electric field ന് ഞാൻ E എന്ന് കൊടുക്കാം. before applying external electric fields, നോൺ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോൺ പോളാർ ആണെങ്കിൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, സെയിം പോയിന്റിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പോളാർ ഡൈഇലക്ട്രിക് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ നോൺ പോളാർ ഡൈഇലക്ട്രിക് ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്.
ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ്, പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് അറ്റ് ദി സെയിം പോയിൻറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പോളാർ ഡൈഇലക്ട്രിക്. അപ്പോൾ ഇത് ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഡയഗ്രത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നോൺ പോളാർ തന്നെ എപ്പോൾ ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് നോക്കാം ഫിഗറിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തിൻ്റെ കേസിലാണിത് നമ്മൾ വരക്കുന്നത്, നോൺ പോളാർ ഡൈഇലക്ട്രിക് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിഗറാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഈ പോസിറ്റീവ് ചാർജ്, സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലൈറ്റ്ലി ഡിസ്പ്ലേസസ് ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. സോ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡാണിത്. ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിനെ നമ്മളുടെ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിലുള്ള നെഗറ്റീവാണ് എന്ത് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുക. കാരണം പോസിറ്റീവും നെഗറ്റീവാണ് എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെയും നെഗറ്റീവ് വരും, ഇവിടെയും നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. കാരണം എന്താണ്, ഈ നെഗറ്റീവ് ചാർജസ് എന്തുകൊണ്ടാണ് ചെറിയൊരു ഡിസ്പ്ലേസ്ഡ് ടു ദീസ് പൊസിഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത്? കാരണം ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, ഇവിടെയാണ് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഉള്ളത്. ഈ പോസിറ്റീവിനെ ആര് അട്രാക്റ്റ് ചെയ്യുന്നു, ഈ ഡൈഇലക്ട്രിക്കിൻ്റെ നെഗറ്റീവുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി ഡൈഇലക്ട്രിക്കിൻ്റെ പോസിറ്റീവ് ആൾക്കാർ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റഡ് ആവും. സോ ഇവിടെ ആര് വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. സോ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മളെ നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണിത്. ഇത് ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവ് ചാർജസിൻ്റെ പോയിന്റ് സെയിം പോയിന്റിലാണ്, സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അറ്റ് ദി സെയിം പോയിന്റിലാണ് ഈ ഫിഗറിലുള്ളത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഡിസ്പ്ലേസസ് ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്, ഇറ്റ് ഈസ് കോൾഡ് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ എന്നല്ലേ പഠിച്ചത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡൈപോൾ. അപ്പോൾ ഇവിടെ ഡൈപോൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. സോ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, ഡൈഇലക്ട്രിക് ഡെവലപ്സ് എ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യാസം ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്റർ ഒരു സെയിം പോയിന്റിലാണ്, ഇവിടെ എന്താണ് ഡിഫറെൻറ്റ് പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ ഡൈപോൾ ഇല്ല, ഇവിടെ എന്തുണ്ട്, ഡൈപോൾ ഉണ്ട്. ഇവിടെ ഡൈപോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യത്യാസമാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ പോളാർ മോളിക്യൂൾസിൽ ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഡയഗ്രാം വരിക എന്ന് നമുക്ക് നോക്കാം. പോളാർ ഡൈഇലക്ട്രിക് ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്ക് ഡയഗ്രത്തിലേക്ക് വരാം. പോളാറിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. പോളാറിന് എക്സാമ്പിൾ HCl H2O, അതേപോലെ ഇതെന്താണ്, നോൺ പോളാറിന് എക്സാമ്പിളാണ് H2O2 N2CO2. ഓക്കെ, ഇത് നോൺ പോളാറാണ് എക്സാമ്പിൾ, ഇത് പോളാറിന് എക്സാമ്പിളാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി പോളാർ മോളിക്യൂൾ ബിഫോർ അപ്ലൈയിങ്, അല്ലെങ്കിൽ പോളാർ ഡൈഇലക്ട്രിക് മോളിക്യൂൾ എന്നും പറയാം അല്ലേ, ബിഫോർ അപ്ലൈയിങ് external electric field. ആദ്യം നമുക്ക് ഡയഗ്രാം പറയാം. ഇൻ ദി കേസ് ഓഫ് പോളാർ വാട്ട് വിൽ ഹാപ്പൻ,
ശ്രദ്ധിക്കുക, പോളാർ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റർ സെയിം പോയിന്റിലല്ല. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, നമ്മൾ പോളാർ ഡൈഇലക്ട്രിക് മോളിക്യൂൾ എന്ന് പറയുന്നത് അല്ലേ, പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, ഈ രീതിയിൽ റാൻഡമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, റാൻഡമായിട്ടാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഓർഡർ ഒന്നും ഇല്ല അല്ലേ, എവിടെ വേണമെങ്കിലും നമുക്ക് എന്തും കൊടുക്കാം. ആ രീതിയിൽ റാൻഡമായിട്ട് ഈ ഡൈപോൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ ഇത് നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്തിട്ടില്ല, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയുള്ള ഡയഗ്രമാണിത്. ഇനി ഞാൻ വരക്കാൻ പോകുന്നത് ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പോളാർ ഡൈഇലക്ട്രിക്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, പോളാർ മോളിക്യൂൾ അല്ലെ, പോളാർ മോളിക്യൂൾ അല്ലെ, പോളാർ ഡൈഇലക്ട്രിക് ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വാട്ട് വിൽ ഹാപ്പൻ. ഇവിടെ നമ്മളെ പോളാർ മെറ്റീരിയൽ ഞാൻ വരച്ചിട്ടുണ്ട്, പോളാർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവാണ്. നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് അല്ല, ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ആര് വരും, ഈ നമ്മളെ പോളാർ മോളിക്യൂളിലുള്ള പോസിറ്റീവ് ചാർജസ് അട്രാക്റ്റഡ് ആവും. സോ ഇവിടെ എല്ലാം എന്താ വരിക, ഈ സൈഡിലൊക്കെ എന്താ വരിക, പോസിറ്റീവാണ് വരിക. കാരണം എന്താണ്, ഇവിടെയാണ് നമ്മളെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ഉള്ളത്. സോ ഈ ഡൈപോളിൻ്റെ അല്ലെങ്കിൽ ഈ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ ഈ പോസിറ്റീവ് ചാർജസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇനി നെഗറ്റീവ് ചാർജസ് ഒക്കെ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. കാരണം എവിടെയാണെന്നുള്ളത് നെഗറ്റീവ് ഉള്ളത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് ഉള്ളത് അവിടെയാണ്. സോ ഈ ഡൈപോളിൻ്റെ അല്ലെങ്കിൽ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ നെഗറ്റീവ് ചാർജസ് അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം റാൻഡം ആയിട്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഡൈപോൾ ഉണ്ട് അല്ലേ, കാരണം എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഓൾറെഡി സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എങ്ങനെയാണ്, റാൻഡം ആയിട്ടാണ്. സോ നെറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് 0 ആയി പോകുന്നു. നേരെ മറിച്ച് നേരത്തെ നോൺ പോളാറിൻ്റെ കേസിൽ അവിടെ എന്തില്ല, ഡൈപോൾ ഇല്ല. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നതാണെന്ന്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇവിടെ ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ ഉണ്ട്. പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം, ഇവിടെ റാൻഡം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡൈപോൾ ഇങ്ങോട്ടേക്കാണെങ്കിൽ നെഗറ്റീവിന് പോസിറ്റീവിലേക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് നെഗറ്റീവിന് പോസിറ്റീവ് വേറൊരു ഡൈപോൾ, അത് രണ്ടും ക്യാൻസലായി പോകുന്നു. സോ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഡ്യൂ ടു ദർ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ. ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇതെന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് ഈ പോസിറ്റീവിലേക്കെല്ലാം എന്ത് ചെയ്യുന്നു, പോസിറ്റീവിലേക്ക് എന്താണ് അട്രാക്റ്റഡ് ആകുന്നത്, നെഗറ്റീവാണ് അട്രാക്റ്റഡ് ആകുന്നത്. ശ്രദ്ധിക്കണത്, പോസിറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ആരാണ്, നെഗറ്റീവാണ്. അതേപോലെ നെഗറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതാണ് ആര്, പോസിറ്റീവ്. നെഗറ്റീവിലേക്കാണ് ആര് അട്രാക്റ്റഡ് ആകുന്നത്, പോസിറ്റീവ്. ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഈ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആരാണ്, നെഗറ്റീവ് ആൾക്കാരാണ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. അതേപോലെ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പോളാർ ആയിക്കോട്ടെ നോൺ പോളാർ ആയിക്കോട്ടെ, ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പോളാർ ഡൈഇലക്ട്രിക് നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്താണ് നമ്മൾ പറഞ്ഞു, ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അത് പോളാർ ആയിക്കോട്ടെ നോൺ പോളാർ ആയിക്കോട്ടെ, ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ രണ്ടിലും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഡൈഇലക്ട്രിക് ഡെവലപ്സ് എ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. Dielectric develops a net dipole moment in presence of external electric field. It may be polar or non-polar. രണ്ടിൻ്റെ കേസിലും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക,
ഈ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ. സോ നമ്മളെ പോളറൈസേഷൻ ഹെഡിങ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഡൈ ഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്താണ്. സോ വാട്ട് ഈസ് പോളറൈസേഷൻ? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് per unit volume is called dipole moment അല്ലെ net dipole moment or dipole moment per unit volume. നമുക്ക് വേണമെങ്കിൽ net dipole moment എന്ന് തന്നെ എടുക്കാം. net dipole moment per unit volume is called polarization. Very important. Polarization is represented by the letter P. So what is polarization? The net dipole moment per unit volume. എങ്ങനെയാണ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായത്? നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ. ഏതൊക്കെയാണ് ഡൈ ഇലക്ട്രിക്സ്? പോളാർ, അതേപോലെ നോൺ പോളാർ ഡൈ ഇലക്ട്രിക്സ്. ഈ രണ്ടിൻ്റെ കേസിലും നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, ഈ പോളറൈസേഷൻ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. സോ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് susceptibility. Very important. Susceptibility. ഇത് നമ്മൾ കൈ എന്നൊക്കെ വായിക്കാറുണ്ട്. കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സസെപ്റ്റിബിലിറ്റി ആണ്. ഇവിടെ എന്താണ്? ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആണ്. നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ അവിടെ എന്ത് പഠിക്കുന്നുണ്ട്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വേറെ പഠിക്കുന്നുണ്ട്. സോ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഇവിടെ ഇ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. സോ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷനാലിറ്റി. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷനാലിറ്റി എന്താണ്? അല്ലെങ്കിൽ പോളറൈസേഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഏതാണ്? ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. നമ്മൾ വായിക്കുമ്പോൾ എന്ത് വായിക്കാറുണ്ട്? ആ ലെറ്ററിനെ കൈ എന്ന് വായിക്കാറുണ്ട്. സോ വാട്ട് ഈസ് സസെപ്റ്റിബിലിറ്റി ഓർ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി? P is directly proportional to E. P is equal to a constant into E. That constant is called electric susceptibility. Electric susceptibility is a dimensionless quantity. Electric susceptibility ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെയാണ്. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണെന്ന് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക്, ഇതിന് ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഒക്കെ വന്നപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനി പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് എന്ന് പറയാം അല്ലേ? പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് ആണ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഒരു പോളറൈസ്ഡ് ഡൈഇലക്ട്രിക്. ഇതെന്താണ്? ഇത് നോൺ പോളാറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വരക്കാം? പോളാറും വരക്കാം. നമ്മൾ ഓൾറെഡി വരച്ചതാണ്. ഇതെന്താണ്? നോൺ പോളാർ ഡൈഇലക്ട്രിക് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് നമ്മളെ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് is act as two charged surfaces. Polarized dielectric act as two charged surfaces with surface charge density നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി. പോളറൈസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത്? സിഗ്മ പി എന്ന് കൊടുത്തിട്ടുള്ളത്, അല്ലെ മൈനസ് സിഗ്മ പി എന്ന് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ ബോർഡിലേക്ക് നോക്കുക. പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് ആക്ട് ആസ് ടു ചാർജ്ഡ് സർഫസ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി. ഇവിടെ ഒരു സർഫസ് ഉണ്ട് മൈനസ് സിഗ്മ പി, ഇവിടെ വേറൊരു സർഫസ് ഉണ്ട് സിഗ്മ പി. എന്താണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാർജ് ഡെൻസിറ്റിയാണ്. അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ എ ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന്? സിഗ്മ, ചാർജ് ഡെൻസിറ്റിയാണ്. സോ വാട്ട് ഈസ് പോളറൈസ്ഡ് ഡൈഇലക്ട്രിക്? ഇറ്റ് ആക്ട് ആസ് ടു ചാർജ്ഡ് സർഫസസ് വിത്ത് ചാർജ് ഡെൻസിറ്റീസ് മൈനസ് സിഗ്മ പി. ഒരു സർഫസ് എന്താണ്? മൈനസ് സിഗ്മ പി ആണ്. മറ്റേ സർഫസ് എന്താണ്? പ്ലസ് സിഗ്മ പി ആണ്. മൈനസ് സിഗ്മ പി ആൻഡ് പ്ലസ് സിഗ്മ പി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സസെപ്റ്റിബിലിറ്റി?
ഈ പോയിന്റ്സ് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ഡൈഇലക്ട്രിക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ടു ചാർജ്ഡ് സർഫസസ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഔട്ട് എന്ന് കൊടുക്കാം അല്ലേ, ഇ ഒ മൈനസ് ഇവിടെ എന്ത് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസൈഡ് ദി ഡൈഇലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇ പി എന്ന് കൊടുക്കാം അല്ലേ, പോളറൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇ പി എന്ന് കൊടുക്കാം. സോ ഇ നോട്ട് മൈനസ് ഇ പി. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, കാരണം എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് എന്തുണ്ട്? ഇ പി വരുന്നുണ്ട്. ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈഇലക്ട്രിക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇ ഒ മൈനസ് ഇ പി ഇത് ഔട്ടർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇ പി എന്താണ്? പോളറൈസ്ഡ് ചെയ്തിട്ടുള്ള ഡൈഇലക്ട്രിക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. സോ ഇ ഒ മൈനസ് ഇ പി. ഇനി ഇ പി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് പോളറൈസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ എന്താ വരിക? ഇവിടെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി എന്നൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. സോ സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ സിഗ്മ പിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലേ, 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ എ എന്ന് കൊടുക്കാം. ഇനി 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഈ ക്യൂ ബൈ എക്ക് എന്ത് കൊടുക്കാം? ക്യൂ ബൈ എക്ക് ഞാൻ പി എന്ന് കൊടുക്കുന്നു, പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യൂ ബൈ എക്ക് എന്തുകൊണ്ടാണ് പി എന്ന് കൊടുത്തിട്ടുള്ളത്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ് പി എന്ന് കൊടുത്തതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പി എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോള്യം അല്ലേ. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എങ്ങനെ എടുക്കല്ലേ? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്, ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ആയി, ഡിവൈഡഡ് ബൈ വോളിയം. സോ ഡൈപോൾ മൊമെൻറ്റ് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ വോളിയം. ഈ വോളിയത്തിനെ ഈ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഏരിയയാണ് കിട്ടുക. ന്യൂമറേറ്ററിലും അതേപോലെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ എ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്യൂ ബൈ എ അല്ലേ കിട്ടുക. ഞാനെന്താ ഇവിടെ ചെയ്തത്? ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ആണെന്ന് പോളറൈസേഷൻ, ഡിനോമിനേറ്ററിൽ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ബൈ എ എന്ത് കിട്ടും? നമുക്ക് ഡിസ്റ്റൻസ് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതേപോലെ ഇതേ എ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിവൈഡ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? ക്യൂ ബൈ എ ആണുള്ളത്. ക്യൂ ബൈ എക്ക് എന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. സോ പോളറൈസേഷന് നമുക്ക് എന്തും കൂടി കൊടുക്കാം? ക്യൂ ബൈ എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു പി എന്ന് കൊടുത്തിട്ടുണ്ട് പോളറൈസേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എന്താണ്? E0 മൈനസ് പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. പിക്ക് നമ്മൾ നേരത്തെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്, പി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്, പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് സസെപ്റ്റിബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതാ ടേം എന്നറിയോ? പെർമിറ്റിവിറ്റി എന്നുള്ള ഒരു ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇൻറ്റു ഇ ഐ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ നമ്മളെ സസെപ്റ്റിബിലിറ്റി എന്നുള്ള ടേം ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേം ആണതെന്ന് എപ്സിലോൺ 0 എന്നുള്ള ഈ ടേം. അപ്പോൾ പി ഈസ് ഈക്വൽ എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇ അല്ലേ. അപ്പോൾ നമ്മൾ പി ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഇ ഒ മൈനസ് ഈ പി എന്നുള്ള കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പോളറൈസേഷന് കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇൻറ്റു ഇ അല്ലേ. സോ എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? E0 മൈനസ് എപ്സിലോൺ 0 ക്യാൻസലായി ഈസ് ഈക്വൽ ടു കൈ ഇ അല്ലേ. ഇനി ഈ മൈനസ് കൈ ഇ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇ പ്ലസ് കൈ ഇ ഈസ് ഈക്വൽ ടു E0 എന്ന് കിട്ടും. ഇതിൽ രണ്ടിലും ഈ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ബാക്കി ഞാൻ നേരെ എഴുതാൻ പോവാണ്. ഇ ഇൻറ്റു 1 പ്ലസ് കൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? E0 എന്ന് കിട്ടും. സോ 1 പ്ലസ് കൈ ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ഇ. This E0 divided by E is called dielectric constant. E0 by E is called
dielectric constant. Dielectric constant. ഇതിൻ്റെ പേരെന്താ? Dielectric constant. It is the ratio of external electric field divided by net electric field. Net electric field എന്ന് പറഞ്ഞാൽ E0 minus EP ആണ്. So E0 divided by E is called dielectric constant. It is represented by the letter K. So K is equal to 1 plus chi. This is the relationship between dielectric constant and susceptibility. The relationship between dielectric constant and susceptibility എന്താണ്? K is equal to 1 plus chi. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. K is equal to 1 plus chi. K എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്താ പറയുന്നത്? Dielectric constant. Chi is called susceptibility. This is the relationship between dielectric constant and susceptibility. അല്ലെങ്കിൽ dielectric constant എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ രണ്ട് ടേംസ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആൻഡ് സസെപ്റ്റിബിലിറ്റി. പിന്നെ ഈ ഡെറിവേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. സോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇ പി ഡൈഇലക്ട്രിക്കിൻ്റെ പോളറൈസ് ചെയ്തപ്പോൾ ഉള്ളിലുണ്ടായ ഇലക്ട്രിക് ഫീൽഡ്. ഇ പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മക്ക് ക്യൂ ബൈ എ എന്ന് കൊടുത്തു. ക്യൂ ബൈ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പോളറൈസേഷൻ പി ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. സോ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇ ഇസ് ഈക്വൽ ടു ഇ നോട്ട് അല്ലെങ്കിൽ ഇ ഒ മൈനസ് ഇ പി ഇസ് ഈക്വൽ ടു എന്താണ്? പി ബൈ എപ്സിലോൺ 0. പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഈ ഇക്വേഷൻ പ്രകാരം പി ഇസ് ഈക്വൽ എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ 0 ക്യാൻസലായി. ഈ മൈനസ് കൈ ഇ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ പ്ലസ് കൈ ഇ ആയി ഇസ് ഈക്വൽ ടു ഇ 0. ഈ കോമൺ ആയിട്ട് നമ്മൾ പുറത്തോട്ടേക്ക് എടുത്തു. സോ ഇ ഇൻറ്റു 1 പ്ലസ് കൈ ഇസ് ഈക്വൽ ടു ഇ 0. So E0 divided by E അല്ലെങ്കിൽ K is equal to 1 plus chi. It's an important relation, that is K is equal to 1 plus chi. It is the relation which connects dielectric constant and susceptibility. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്ന പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഡൈഇലക്ട്രിക് എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടക്ട് ചെയ്യാത്ത മീഡിയം അല്ലെങ്കിൽ മെറ്റീരിയൽ ആണതെന്ന് ഡൈഇലക്ട്രിക് ഇൻ ദി കാറ്റഗറി ഓഫ് ഇൻസുലേറ്റേഴ്സ്. അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, പോളാർ ആൻഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. എന്താണ് പോളാർ, എന്താണ് നോൺ പോളാർ, അതിൻ്റെ എക്സാമ്പിൾ, അതേപോലെ ബിഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പോളാറിൻ്റെ ഡയഗ്രാം, അതേപോലെ നോൺ പോളാറിൻ്റെ ഡയഗ്രാം, അതേപോലെ ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആ ഡയഗ്രാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ദി ഡൈഇലക്ട്രിക് ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ദിസ് നെറ്റ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ. സോ പോളറൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ what is susceptibility and what is dielectric constant. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ആ ഡെറിവേഷൻ പാർട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആ ഇക്വേഷൻസ് മനസ്സിലാക്കുക, ഡയഗ്രാംസ് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു തിയറി പാർട്ടാണ്, നല്ലൊരു കഥ കേൾക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എടുക്കുക. ബാക്കി ഡിസ്കസ് ചെയ്യാം, നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.